തൃശൂരിലെ വോട്ട് ക്രമക്കേടിൽ ആരോപണം കടക്കുന്നു. വോട്ട് ചെയ്ത ശേഷം സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും വീട് ഉപേക്ഷിച്ചു പോയെന്ന കോൺഗ്രസ് ആരോപണം നാട്ടുകാരും ശരിവയ്ക്കുകയാണ്. നെട്ടിശ്ശേരിയിലെ വീട്ടിൽ സുരേഷ് ഗോപിയോ ബന്ധുക്കളോ ഇപ്പോൾ താമസമില്ലെന്ന് അയൽവാസി ദാസൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പുറത്തുവന്ന വിവരങ്ങൾ ഗൌരവമായി പരിശോധിക്കണമെന്ന് മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടു. ബിജെപി വോട്ട് ചേർത്തത് നിയമപ്രകാരമാണെന്ന് എം.ടി. രമേശ് പ്രതികരിച്ചു. ഇവിടെ സുരേഷ് ഗോപി ഇപ്പോൾ താമസമുണ്ടോ? ഇപ്പം ഇല്ല, ഇവിടെ വേറെ വീട്ടുകാരെ താമസിക്കുന്നത്. അവർ കുടുംബക്കാരും മറ്റവരാരെങ്കിലും കുറച്ച് കാലം ഇവിടെ ഉണ്ടായിരുന്നോ ഇലക്ഷന് ശേഷം? അവർ ഇടയ്ക്ക് വന്ന് പോയായിരുന്നു, പിന്നെ കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് വന്ന് പോവാറുണ്ട്. ആദ്യമേ ഉള്ളതാ കുറേ കാലങ്ങളായിട്ടുള്ള. ഇപ്പം അവരിവിടെ ഇല്ല, ഇപ്പം വേറൊരു വീട്ടുകാരെ താമസിക്കുന്നത്. നെട്ടിശ്ശേരിയിലെ ഭാരത് ഹെറിറ്റേജിൽ താമസിച്ചിരുന്ന സുരേഷ് ഗോപി തന്റെയും കുടുംബാംഗങ്ങളുടെയും 11 വോട്ടുകളാണ് മണ്ഡലത്തിൽ ചേർത്തത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ എല്ലാവരും മടങ്ങിപ്പോയെന്ന DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ വാക്കുകൾ ശരിവെക്കുകയാണ് നാട്ടുകാർ. ഇപ്പോൾ മറ്റൊരു കുടുംബമാണ് ഈ വീട്ടിൽ താമസം. ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്നാണ് കോൺഗ്രസും CPIയും ആരോപിക്കുന്നത്. ലോകമുള്ളിടത്തോളം കാലം ആർക്കും നിശബ്ദത പാലിക്കാൻ കഴിയില്ലെന്ന് CPI നേതാവും റവന്യൂ മന്ത്രിയുമായ കെ രാജൻ പ്രതികരിച്ചു. ഉയർന്നുവന്ന ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തയെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ആ ആരോപണങ്ങൾ ഉയർന്നു. പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ലോകമുള്ളിടത്തോളം കാലം ആർക്കും നിശബ്ദത പാലിക്കാൻ പറ്റില്ല. വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടി വരും. താൽക്കാലികമായിട്ടുള്ള മൗനം ഏറ്റവും അവസാനത്തെ വാക്കാണെന്ന് ആരും കരുതുകയും ചെയ്യേണ്ട. BJP വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമാണെന്നും എല്ലാം ചട്ടപ്രകാരമാണെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി M.T. രമേശ് പ്രതികരിച്ചു. അത് മുയൽ കിടന്നുറങ്ങിയിട്ട് ആമ വിജയിച്ചാൽ ആമയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഉറങ്ങിയ മുയലല്ലേ കുറ്റക്കാരൻ. നിങ്ങൾ ഉറങ്ങിപ്പോയതിന് ഞങ്ങളാണ് ഉത്തരവാദി. ഞങ്ങൾ 4 മാസം കഷ്ടപ്പെടുത്ത് പണിയെടുത്ത് ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. സുപ്രധാന വിഷയങ്ങളിൽ മൗനം തുടരുന്ന സുരേഷ് ഗോപിയെ പരിഹസിച്ച് KSU രംഗത്തെത്തി. കേന്ദ്രമന്ത്രിയെ കാണാനില്ലെന്ന് കാട്ടി KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. മീഡിയ 1 തൃശൂർ.